650 ചോദിക്കുന്നത്. ഒരു 70 ഉറുപ്പ്യൊക്കെ വേണ്ടി വരും. 50 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തു. ബാക്കി ലോൺ തീർക്കാൻ പറ്റും അല്ലെ? വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മിയ ഇവിടെ നമുക്ക് ഹുണ്ടായിന്റെ i20 i20 രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എങ്ങനെയാണ് ഇത് നാസർക്ക? ഇത് 2017 മോഡല് ഡീസലാണ്. പിന്നെ ആസ്റ്റാണ് വേരിയന്റ്. ഡീസൽ ഉണ്ട്. ഡീസൽ 1,30,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. 5.5 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കുന്നത്. 5 രൂപ കൊടുക്കും. 5 റുപ്യ കൊടുക്കാം. 5 റുപ്യയിലും കുറച്ച് കൊടുക്കാം. കച്ചവടമല്ലേ, കച്ചവടം ചെയ്യുമ്പോൾ ആള് വരട്ടെ. അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് കാര്യമില്ല, ആള് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുക്കും. ഓക്കെ. അത് രണ്ട് കളറിൽ ഡീസൽ വണ്ടി i20 നല്ല സീറ്റ് കവർ ചെയ്തിട്ട്. പിന്നെ ലോണും വേണമെങ്കിൽ ഒരു 50 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. അലോയ്സ് ഒക്കെ ഉണ്ടല്ലേ? അലോയ്സ് ഉണ്ടാവും. ആസ്റ്റ് അല്ലേ? അതെ, ആസ്റ്റ് ഏറ്റവും ടോപ്പാണ്. ഏറ്റവും ടോപ്പ് അല്ല, ഏറ്റവും ടോപ്പ് ആസ്റ്റ് ഓപ്ഷൻ ആണ്. പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. ആസ്റ്റ് ഓപ്ഷൻ ഇല്ല, ആസ്റ്റ് ആണ്. 2016 ശേഷം അതെ ആസ്റ്റും ആസ്റ്റ് ഓപ്ഷനും വേറെ വരും. സ്പോർട്സ് ഓപ്ഷൻ അങ്ങനെ വരും. അതെ. ഓക്കെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മുടെ കൊണ്ടോട്ടിയിലെ സ്കൈ വേ മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നാസർക്കാണ്. നാസർക്ക് എന്തൊക്കെയുണ്ട്? നാസർക്ക ഇതിന്റെ ഓണറാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലേ? എക്സ്ചേഞ്ച് ഉണ്ട്. വണ്ടി കൊടുക്കാനുള്ളവർക്ക് വിളിക്കാം, നമ്മൾ വണ്ടി ഇങ്ങോട്ട് വാങ്ങും. ഓക്കെ. വിൽപ്പന മാത്രമല്ല, ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് വാങ്ങും അല്ലെ? എക്സ്ചേഞ്ച് അല്ലാണ്ട് ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കും? എക്സ്ചേഞ്ചും ക്യാഷിനും ഒക്കെ പർച്ചേസ് ഒക്കെ എടുക്കും അല്ലെ? നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത് SUV ടൈപ്പ് വണ്ടികൾ, സെഡാൻ വണ്ടികൾ? എല്ലാ ടൈപ്പും ഉണ്ട്. ഇവിടെ 2 ക്രിസ്റ്റ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട്. പുതിയ ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയ ഫോർച്യൂണർ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇത് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ ഇത് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്ഥലം. അതായത് നമ്മള് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയില് മുസ്ലിയാരങ്ങാടി, കൊണ്ടോട്ടിന്ന് ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട് വരും. അതേപോലെ പാലക്കാട് നിലമ്പൂര് മഞ്ചേരി എന്നൊക്കെ വരുമ്പോ വെള്ളാമ്പറ കഴിച്ചിട്ട് മുസ്ലിയാരങ്ങാടി നമ്മളെ നേരെ ഫ്രണ്ടില് ഈ നെയ്യാറ് പെട്രോൾ പമ്പ്. കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും വെള്ളാമ്പറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഒരൊറ്റ നേരെ പെട്രോൾ പമ്പ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ നിങ്ങളെ നമ്പർ ഇപ്പൊ വീഡിയോയിൽ കൊടുക്കണ്ടല്ലോ, അതിൽ വിളിച്ചോട്ടെ. ലൊക്കേഷൻ ആയിരിക്കും ആവശ്യം നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഏതാ കാണിച്ചു കൊടുക്കണേ? ഈ ബ്രസ്സിൽ തന്നെ തുടങ്ങല്ലേ? 2 കളറിൽ വന്നിട്ടുള്ള ഒരു വിറ്റാര ബ്രസ്സാണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഒരു റയർ ഒന്നും പറയാം, കാരണം ഡീസൽ ഓട്ടോമാറ്റിക് പൊതുവെ മാർക്കറ്റിൽ കിട്ടാത്തൊരു പീസാണ്. ഇത് എങ്ങനെയാണ് നാസർക്ക മോഡൽ? 2018 മോഡൽ. പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് ആണ്. ഓണർഷിപ്പ് ആണ്. 68,000 ഓടിയിട്ടുണ്ട്. പിന്നെ തട്ടുമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം കുറവാണല്ലോ വണ്ടി. റീപ്ലേസും ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലത്തെ വണ്ടിയല്ലേ? നല്ല ക്വാളിറ്റി കളർ വണ്ടി. ഓക്കെ. എത്ര ഇത് ആസ്ക്? ഇതിന് 8,60,000. 8,60,000 ചോദിക്കണ്ട്. കുറച്ച് കൊടുക്കോ? ചെറിയൊരു മാറ്റം ഉണ്ടാവും അല്ലെ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 78 ആണ്. അതെ, ഏറ്റവും ടോപ്പ്. അതും ഓട്ടം കുറവാണല്ലോ. റീപ്ലേസും ഇല്ല. 68,000 ഓടിക്കും. എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. ഒന്നും നോക്കാനില്ല. ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ഇത് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്. പുഷ്പട്ട വരുന്നുണ്ട് അല്ല? ഏറ്റവും ടോപ്പില് ക്രൂയിസ് കൺട്രോൾ ഒക്കെ. ഓക്കെ. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 70-80 ഒക്കെ വേണ്ടി. ഓക്കെ. ഇവിടെ നമുക്ക് എസ് ക്ലോസ് കാണിച്ചു കൊടുത്താലോ? ഇത് എങ്ങനെയാണ്? ഇത് 2018 മോഡൽ. ഇത് വേരിയന്റ് സീറ്റ്. ഡീസൽ വണ്ടിയാ? ഡീസൽ സീറ്റ് ആണ് ഓപ്ഷൻ തന്നെ. വേരിയന്റ് സീറ്റ് ആണ്. ഇതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. 95,000 കിലോമീറ്റർ ഓടിക്കും. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കണ വില 7,65,000 റുപ്യാണ്. 7,65 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. പിന്നെ ലോൺ വേണ്ടവർക്ക് ഒരു 70-80 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തു. അപ്പോ ഇവിടെ കാണിച്ച 2 വണ്ടികളും ഡീസലാണ്. ഡീസൽ ഇപ്പോ പുതിയ ഷോറൂമൊന്നും കിട്ടൂലല്ലോ സാധനം. പുതിയ ഡീസൽ ഒന്നും കിട്ടൂല. അതൊന്നും GST ഒന്നും ബാധിക്കില്ല. അല്ലെ? ഇങ്ങനത്തെ പുതിയത് ഇറങ്ങുന്ന വണ്ടിയില്ലേ? അതെ. അപ്പൊ അവിടെ വെന്യൂ അതൊക്കെ ഇപ്പോൾ പുതിയ ഇറങ്ങുന്നുണ്ട്. അല്ല, ഇവിടെ ജനങ്ങള് എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികള് പുതിയ ഷോറൂമിൽ ഇല്ല. അതൊക്കെ സെക്കൻഡ് മാർക്കറ്റിലാണ് കിട്ടുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം അത് സെക്കൻഡ് മാർക്കറ്റിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു എർട്ടിക 7 സീറ്റ് വാഹനമാണ്. എങ്ങനെയാണ് നാസർക്ക മോഡൽ? 2022 ZXi ഓട്ടോമാറ്റിക് ആണ്. ZXi ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. പിന്നെ ഇത് 28,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 28,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. നിലവിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വണ്ടിക്കൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കും. എല്ലാ വണ്ടിക്കും നമ്മള് ഒരു മിനിമം എല്ലാവരും ചോദിക്കും ഒരു വണ്ടി എടുത്തിട്ട് എന്താണ് വാറണ്ടി. അപ്പൊ നമ്മൾ 3 മാസം എല്ലാ വണ്ടിക്കും നമ്മള്
എഞ്ചിൻ ഗിയർ ബോക്സ് ഒക്കെ വാറണ്ടി വാറണ്ടി കൊടുക്കുക. ഞങ്ങളെ റിസ്ക്. ഓക്കെ, പിന്നെ കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പൊ നിലവിൽ കമ്പനി. ഓക്കെ, ഇതിന് കമ്പനി വാറണ്ടി ഉണ്ട് നിലവിൽ. ഓക്കെ, ഇത് ചോദിക്കുന്ന വില 11,40,000 രൂപ ചോദിക്കും. 11,40 ചോദിക്കുന്നുണ്ട്. ഒരു 60-70 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, ബാക്കി ലോൺ ചെയ്തിട്ട് ഇറക്കാം. ഓക്കെ, ZXi ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആകെ 28,000 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. ഈ ഓൺ ദ റോഡ് ഒക്കെ 15 ലക്ഷം റുപ്യൊക്കെ ഉണ്ടല്ലോ. 15 സംതിങ് ഉണ്ടാവും. 15 സംതിങ് ഇപ്പൊ കുറഞ്ഞതാ തന്നെ. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. XL6 ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാണ് അസുഖ മോഡൽ? ഇത് 2020 മോഡല്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്, 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? എല്ലാ ഭാഗം ഫിറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്നത് 9.5 ലക്ഷം രൂപ. 9.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഇതേപോലെ നെഗോഷ്യബിൾ ആണ്. എക്സ്ചേഞ്ച് ചെയ്യാം. നിലവിൽ വാറണ്ടി കൊടുക്കാം. 3 മാസം നമ്മളെ എഞ്ചിൻ ഗിയർ ബോക്സ് ഒക്കെ നമ്മൾ വാറണ്ടി കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താ പറയാ, വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല. 9.5 ചോദിക്കുന്നത്. ചെറിയ ഇവിടെയുള്ള ഏകദേശം മോഡൽ കൂടിയ വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും നല്ല, അതായത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത റീപ്ലേസ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നാമത്തെ ഉണ്ടെങ്കിൽ പറയൂ, അത് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഇത് ഈ കാരിയർ ഒക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല? നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. കറുപ്പിന് 7 അഴകാണെന്ന് പറഞ്ഞ വെറുതെ അല്ല. എന്താ ചേരി കാണാന്? എങ്ങനെയാണ് ഇത് നോക്കുക? ഇത് 2023 മോഡല്. പിന്നെ SX ഓപ്ഷൻ വണ്ടിയാണ്. 60,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന വില 11,400. 11,400 ചോദിക്കണ്ടല്ലേ? ഇതൊക്കെ ഓൺ റോഡ് എത്ര വരുന്നുണ്ടാവും? ഇതിനൊക്കെ ഇപ്പൊ ഒരു 15 സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അതിന്റെ കുറച്ച് കൂടുതൽ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കട്ടോ. ഇത് ഡീസലാട്ടോ വണ്ടി. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. ഈ ഡീസൽ ഇപ്പൊ ഇതിൽ വരുന്നുണ്ടല്ലേ? ഡീസലാണ്. ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. ഇവിടെ ഹ്യൂണ്ടായിന്റെ അത് സാൻഡ്രോ ആണല്ലേ? സാൻഡ്രോ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? ഇത് 2020 മോഡല്. ലേറ്റസ്റ്റ് മോഡൽ. 55,000 ഓടിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന്റെ ഡിക്ക് മാറിയിട്ടോ. ഡിക്ക് മാത്രം റീപ്ലേസ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ, ചെക്ക് ചെയ്താൽ. ഇത് സിംഗിൾ ഓണർ ആണ്. പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് ഫിറ്റ് ആണ്. ഇതിന് നമ്മൾ വാറണ്ടി കൊടുക്കും. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് നമ്മൾ 3,80,000 രൂപ ചോദിക്കും. 3,80,000 ചോദിക്കുന്നുണ്ട്. ചിലപ്പോ ലോണ് ഫുൾ ആയിട്ട് കിട്ടും. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനം അല്ലേ? ഫുൾ ലോണിൽ ചിലപ്പോ എടുക്കാം. ഞാൻ ആദ്യം ലോണിന് കൊടുത്തു നോക്കിയിട്ടില്ല. കൊടുത്തു നോക്കിയാൽ അറിയാം. ഏകദേശം ഒരു ഫുൾ ലോൺ കിട്ടണ്ട. ഓക്കെ, മാക്സിമം ലോൺ കയറുന്ന ഒരു വാഹനമാണ്. അപ്പൊ ആവശ്യക്കാരനെ നോക്കിക്കോട്ടോ. നല്ല അഡ്ജബിൾ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ആശ്രയ മോഡൽ? ഇത് 2021 മോഡല്. ZXi ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പ്. 47,000 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കമ്പനി വാറണ്ടി ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ 3 മാസം നമ്മൾ വാറണ്ടി കൊടുക്കും. വാറണ്ടി. ഇതിന് ചോദിക്കുന്ന വില 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വിലയിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. ഒരു 70 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. അതെ, ZXi ആണ് ഓപ്ഷൻ വരുന്നത്. അലോയ്സ്. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. എല്ലാം ഉണ്ടല്ലോ, എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ. വിലയിലും മാറ്റം വരുത്തി കൊടുക്കും. അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒരു വിറ്റാര ബ്രസ്സ. ഇതിന്റെ ഫ്രണ്ട് ഒക്കെ ഇത് കംഫർട്ട് ആക്കിനല്ലോ. എങ്ങനെയാണ്? ഇത് 2018 മോഡല്. ZD ആണ്. ഡീസൽ മാനുവൽ ആട്ടോ വണ്ടി. 18. ഓക്കെ, പിന്നെ വേറെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിലവിൽ വാറണ്ടി ഒന്നുമില്ല. നമുക്ക് വാറണ്ടി ഒക്കെ കൊടുക്കാം. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ 7 ലക്ഷം രൂപ ചോദിക്കും. 7 ലക്ഷം രൂപ ചോദിക്കുന്നു. ഒരു 50 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ. 50 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി എടുക്കാം. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ്. ഒന്നും നോക്കാനില്ല. കണി ചിമ്മിട്ട് എടുക്കാല. വാറണ്ടി കൊടുക്കാം. പിന്നെ നല്ല വണ്ടി ആയാലും വാറണ്ടി. അതെ. ഓക്കെ, കിണ്ണം പോലത്തെ ഒരു സ്വിഫ്റ്റ് കാറാണ്. എങ്ങനെയാണ് നാസർക്ക മോഡൽ? ഇത് 2022 മോഡല്. EXI ആണ്. 60,000 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ എന്താ പറയാ, നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ. KL60 റേസ്, കാസർഗോഡാണ്. പിന്നെ ടയറൊക്കെ പുതിയതായിട്ട് അപ്ഡേറ്റ് ടയറാ. പുത്തൻ ടയർ കയറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വാറണ്ടി ഉള്ള ടയറാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിന് 6,500 നമ്മൾ ചോദിക്കുന്നത്. 6 രൂപ ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ഓട്ടോ എത്രയാണ് ഓടിക്കുന്നത്? ഇത് 60,000 ഓടി. 60,000 ഓടിയിട്ടുണ്ടല്ലേ? ഇതിന് വാറണ്ടി കൊടുക്കാം. ഓക്കെ, 6,50,000 ചോദിക്കുന്നത്. ഒരു 70 റുപ്യൊക്കെ വേണ്ടി വരും. 50 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തു. ബാക്കി ലോൺ തീർക്കാൻ പറ്റും അല്ലേ? വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മിയ ഇവിടെ നമുക്ക് ഹ്യൂണ്ടായിന്റെ
i20. i20 രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എങ്ങനെയാണ് ഇത് നാസർക്ക? ഇത് 2017 മോഡല്, ഡീസലാണ്. ആ. പിന്നെ ആസ്റ്റാണ് വേരിയന്റ്. ഓക്കെ, ഡീസൽ ഉണ്ട്. ഡീസൽ 1,30,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. 5.5 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കുന്നത്. 5 രൂപ കൊടുക്കും. 5 റുപ്യ കൊടുക്കാം. 5 റുപ്യയിലും കുറച്ച് കൊടുക്കാം. കച്ചവടമല്ലേ, കച്ചവടം ചെയ്യുമ്പോൾ ആള് വരട്ടെ. അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് കാര്യമില്ല, ആള് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഒക്കെ കൊടുക്കും. ഓക്കെ ഓക്കെ. അത് രണ്ട് കളറിൽ ഡീസൽ വണ്ടി, i20. നല്ല സീറ്റ് കവർ ചെയ്തിട്ട്. പിന്നെ ലോണും വേണമെങ്കിൽ ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. അലോയ്സ് ഒക്കെ ഉണ്ടല്ലേ? അലൈസ് ഉണ്ടാവും. ആസ്റ്റ് അല്ലേ? അതെ, ആസ്റ്റ ഏറ്റവും ടോപ്പാണ്. ഏറ്റവും ടോപ്പ് അല്ല, ഏറ്റവും ടോപ്പ് ആസ്റ്റ് ഓപ്ഷൻ ആണ്. പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. ആസ്റ്റ ഓപ്ഷൻ ഇല്ല, ആസ്റ്റയാണ്. 2016 ശേഷം. അതെ അതെ. ആസ്റ്റും ആസ്റ്റ് ഓപ്ഷനും വേറെ വരും. വേറെ വരും. സ്പോർട്സ് ഓപ്ഷൻ അങ്ങനെ വരും. അതെ അതെ. ഓക്കെ. വീണ്ടും ഇവിടെ ഒരു ഹൂണ്ടൈന്റെ വെന്യൂ ആണ്, ഡീസൽ വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് മോഡല്? ഇത് 21 മോഡല്. SX ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡല്. ഓക്കെ. പനോരമിക് സൺറൂഫാ? പനോരമിക് ഉണ്ടോ? അല്ലല്ല, മറ്റേ സാധാ അല്ല. സാധാ. ഓക്കെ. 2021 ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവില് വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഒക്കെ ഉണ്ട്. വാറണ്ടി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന് ചോദിക്കുന്ന വില 9,10,000 ചോദിക്കും. 9,10 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിൾ ആണ്. ലോണൊക്കെ വേണ്ടവർക്ക് ഒരു 50-60 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ 50 റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെ പുതിയ വണ്ടിക്കൊക്കെ നല്ല റേറ്റ് ഉള്ള വണ്ടിയല്ലേ? നല്ല റേറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് കൂട്ടുക. അതെ അതെ. ഇവിടെ ഒരു വോക്സ് വാഗന്റെ പോളോ പരിചയപ്പെടാം. എങ്ങനെയാണ് മോഡൽ? ഇത് 2019 മോഡൽ. പെട്രോൾ ആണ്. ട്രെൻഡ് ആണ് ഇതിന്റെ ഓപ്ഷന്റെ പേര്. ഓക്കെ. പിന്നെ 70,000 ഓടിന് സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4,80,000 റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത്. അതിന് ചിലപ്പോൾ 4,50 ലോൺ ചെയ്യാം. ഓക്കെ. ഫുള്ള് കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റും. ലോണിൽ കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. 4,80 4,50 ചോദിച്ചാൽ 4,80,000. ഓക്കെ. വില കുറച്ച് കൊടുക്കൂല്ലേ? വില കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ വാഹനം വിളിച്ചോ. ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി, ഒരു പെട്ടി പീസാണ്, ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ? ഇത് 14 മോഡൽ. 14 വർഷം വണ്ടി. ഡീസൽ കേരള വണ്ടി. അത്യാവശ്യം ഓടീന്. പിന്നെ വണ്ടി അതിന് ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ 1,70,000 ഓടീന്. ഓണറാണ് വണ്ടി. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടുതൽ റീവണ്ടി ഉണ്ടാവും. ഓണർഷിപ്പ് കൂടി എടുക്കില്ല. പിന്നെ നല്ലൊരു വണ്ടി. അത് കണ്ടപ്പോൾ എടുത്തതാണ്. ഇഷ്ടംപോലെ കസ്റ്റമർ ചോദിക്കാൻ. പിന്നെ നമ്മൾ 5,4 ചോദിക്കും. 5,4 ചോദിക്കുന്നുണ്ട്. ഒരു 80 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. ഒരു സാധനം മാറി. ഓക്കെ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, സൺറൂഫ്, ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. അതും ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരളയില് പിന്നെ ഹോണ്ട സിറ്റിയിൽ കിട്ടൽ കുറവാ. എല്ലായിടത്തും സാധാരണ ഇപ്പൊ എല്ലാ യാർഡിലും ഉണ്ടാവല് റീവണ്ടികളാണ്. റീവണ്ടിക്ക് കൊടുക്കേണ്ടി വരും ഏകദേശം വരാം അല്ലെ? ഇതിന് നല്ല റേറ്റ് ചോദിക്കണല്ലേ? റീവണ്ടിക്ക് ചോദിക്കും 5 ലക്ഷം 14 ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. ഓക്കെ. ഇതൊരു സഡാൻ വണ്ടിയാണ്, സിയാദാണ് അല്ലെ? എങ്ങനെയാണ് ഇത് മോഡല്? സഡാന്. ഈ ലൈൻ ഫുള്ള് സഡാനാണ്. ഈ ലൈനിൽ ഫുള്ള് സഡാൻ വണ്ടി. സഡാൻ. ഓക്കെ. പിന്നെ ഇത് 2015 മോഡൽ. VDI പ്ലസ് വണ്ടിയാണ്. ഡീസൽ വണ്ടി. പിന്നെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1,03,000 കിലോമീറ്റർ ഉണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. തട്ടുമുട്ട് ഒന്നുമില്ല. പിന്നെ 5,4 ചോദിക്കുന്നത്. 5,4 ചോദിക്കുന്നുണ്ട്. ഒരു 60-70 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. മാരുതിന്റെ സിയാദാണ്. എങ്ങനെയാണ് ഇത് മോഡല്? ഇത് 2017 മോഡല്. VDI പ്ലസ് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാട്ടോ. ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ. ഡീസൽ. നല്ല മൈലേജ് കിട്ടുമല്ലോ. സിംഗിൾ ഓണർ വണ്ടി. പിന്നെ ഇത് ഓടിയത് 70,000 ഓടിക്കും. 74,000 ഓടി. ഓട്ടം കുറവാണ്. സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാറണ്ടി ഒക്കെ കൊടുക്കാം. വാറണ്ടി ഒക്കെ കൊടുക്കാം. ഒരു 80-70 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്യാം. അതിന് നമ്മൾ ചോദിക്കുന്ന വില 6,10,000 റുപ്യ. 6,10 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നല്ല വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി അല്ല, അതും മേലെ. ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. കിണ്ണം പോലത്തെ ഹോണ്ടന്റെ അമേസാണ്. എങ്ങനെയാണ് മോഡല്? ഇത് 2023 ഏറ്റവും ലേറ്റസ്റ്റ്. പെട്രോൾ ആണ്. മാനുവൽ ആണ്. പിന്നെ ഒരു എത്ര ഓടിയത്? ഒരു 55,000 ഓടി. 55,000 ഓടി. 50-52 ഓടിക്കും. അത്ര ഓടിക്കും. ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ മാനുവൽ ആട്ടോ. പെട്രോളില് മാനുവൽ വണ്ടി അല്ലേ? ചോദിക്കണ വില എത്ര? 6,60,000. 6,60 കൊടുക്കും. ഇതൊക്കെ വില പറഞ്ഞില്ലേ? ഓക്കെ. 23 കുറച്ചില്ലാന്ന് പറയണ്ട. 23 മോഡൽ. 23 മോഡൽ 6,60 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വിലയിൽ എന്താ മാറ്റം? നല്ല വ്യത്യാസം പെടുത്തി കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ചിലപ്പോ ഫുൾ ലോണും കിട്ടും.
ഫുൾ ഓണും കിട്ടും. ആവശ്യക്കാരനെ വിളിക്കാം. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യമൊന്നുമില്ല, വാറന്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഒരു ഹ്യൂണ്ടായിന്റെ വെർണയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഡീസലാ ഇത് വണ്ടി? ഇത് ഡീസലാണ്, ഓട്ടം വളരെ കുറവുള്ള വണ്ടിയാണ്. ആ 2017 ആ വരുന്ന ന്യൂ ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ, ആകെ 43,000 2017 വരുന്ന ന്യൂ ടൈപ്പ് വണ്ടി. ന്യൂ ടൈപ്പിലോ? SX ഓപ്ഷൻ, ആ. സൺറൂഫ്, സീറ്റും എ സി ഒക്കെ ഉണ്ടാവും. ഓക്കെ, സീറ്റ് വെന്റിലേഷനിലൊക്കെ ഉണ്ട് തന്നെ. നല്ല Okay. വണ്ടി, നല്ല നീറ്റ് വണ്ടി. 43,000 ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള കറക്റ്റ് ഓടിക്കൊടുക്കണം. ആ നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടിയല്ലേ? വണ്ടിയൊക്കെ 43 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ആ. ഡീസലാണ്, അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടും കേട്ടോ ഈ വണ്ടിയിൽ. അതായത് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ബാക്ക് വൈപ്പർ, അലോയ്സ് കാര്യങ്ങൾ, സീറ്റ് വെന്റിലേഷൻ, ആൻഡ്രോയിഡ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു വണ്ടിയിൽ അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പും ഈ വാഹനത്തിലുണ്ട്. എത്ര കൊടുക്കത്? ഇതിന് 8,70,75,000 ചോദിക്കും. ആ. ഇതിന് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ. 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റുമല്ലോ. 17 മോഡലാണ്. ഓട്ടം കുറഞ്ഞ വണ്ടി എവിടെ ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവില്ല, ഒരു റയർ പീസ് എന്ന് പറയാം. ഒന്നുമില്ല, വാറന്റി വരെ അല്ലേ? ഓക്കെ, അപ്പൊ കാണാൻ വിളിച്ചോ. ഇവിടെ തീ പാറുന്ന ഫോർച്യൂണർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് നാസർക്ക? ഇത് 2017 മോഡൽ. ആ. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, റീറൈസർ ആട്ടോ വണ്ടി. നമ്പർ മാറി വണ്ടി നമ്പർ മാറ്റി കൊടുക്കാം. മാറിയിട്ടില്ല, മാറ്റി കൊടുക്കാം. നിൽക്കുകയാണ്. ഓക്കെ, 1,89,000 ഓടിന്. ആ. നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ. പിന്നെ ഇതിന്റെ മുകളിൽ കുറെ പിന്നെ Extra, ആക്സറീസ് ഒക്കെ കയറ്റുന്നു. ഈ അലവിലൊക്കെ മാറ്റിയിട്ട് ആ. 1 ലക്ഷം റുപ്യന്റെ അലവിലാണ്. ഓക്കെ, പിന്നെ മാറ്റിക്കണം. ഓക്കെ, സ്റ്റാറിങ് കാര്യങ്ങള് ഒക്കെ മാറ്റിന്. പിന്നെ PPF ചെയ്താണ് വണ്ടി. ഓക്കെ, വണ്ടി വേറെ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിന്, ഹിസ്റ്ററിയിലുണ്ട്. ഹിസ്റ്ററിക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. 1,88,000 ഓടിന്. കറക്റ്റ് സർവീസ് ആണ്. ഹിസ്റ്ററി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് അത്യാവശ്യം ലോണും കിട്ടും. ഒരു 20 ലക്ഷം റുപ്യ ലോൺ ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ആക്കി. കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. കുറെ വർക്കുകളൊക്കെ എടുത്താണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാനാണ്. ഇതിന് ചോദിക്കണ വില 24 ലക്ഷം റുപ്യ. 24 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ KL ആക്കി കാട്ടുന്നു. ഓക്കെ, നമ്പർ ആക്കിയിട്ട് 24 ലക്ഷം റുപ്യ. പണിയൊന്നുമില്ല. NS എത്തിന് ആരെങ്കിലും വരുമ്പോ നമ്മൾ കൊടുക്കുക. പിന്നെ അത്ര പണിയല്ലോ. വേറെ പണിയൊന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കണ വിലല്ല, കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റയാണ് നിങ്ങളെ കാണിക്കുന്നത്. KL 60 നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് വരുന്നത്. 2131 നമ്പർ. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 17 മോഡല്, സെഡ് മാനുവലാ. ഓക്കെ, സെഡ് ആണ്. ഓക്കെ, വണ്ടി ക്ലീൻ വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കണ്ടു നോക്കി. ഒന്നും പറയാനില്ല. പിന്നെ ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല. അതെ, കാണാൻ തന്നെ ഒരു ലുക്കുള്ള ഒരു വാഹനമൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്, കമ്പനി വാറന്റി ഉണ്ട്. ഓക്കെ, ഇത് 2017 സെഡ് മാനുവൽ ആണ്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല. ഹിസ്റ്ററി ഉണ്ട്. പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് 18,70,70,000 ചോദിക്കാം. 18,70,000 കൊടുക്കാം. അത് ലോൺ വേണ്ടവർക്ക് ചിലപ്പോ ഒരു 1.5-2 ലക്ഷം റുപ്യ വേണ്ടി വരും. ഒറിജിനൽ കേരള ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വണ്ടി. നമ്മുടെ കുറെ KL 60 വണ്ടികളുണ്ട്. അതെ, ഇവിടെ കുറെ KL 60, KL 14 ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇവിടെ കൂടുതൽ അവൈലബിൾ ആണ്. അപ്പോ വാങ്ങാൻ വിളിച്ചോ. ഇത് 2020 മോഡലാണ്. 21 4 മാസം ഡെലിവറി എടുത്ത വണ്ടിയാണ് ഷോറൂം. ഓക്കെ, മോഡൽ 20 ഉള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള എവിടെ ഉണ്ടാവില്ല കിട്ടാന്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ 4 ടയറൊക്കെ ഇപ്പൊ പുതിയത് ഞങ്ങൾ ഇട്ടതാണ്. വാറന്റി ഉള്ള ടയറാണ്. പിന്നെ ഇൻഷൂർ ഇപ്പൊ പുതിയത് അടച്ചിട്ടുണ്ട്. വേറെ തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ വാറന്റി കൊടുക്കാമോ. ഇത് 9,90,000 ചോദിക്കും. 9,90 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം എത്ര പൈസയാണ് കറക്കുക? ഒരു 80-90 ഒക്കെ വേണ്ടി വരും. ലോൺ ചെയ്യാൻ കഴിയും. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. അപ്പോ ഓക്കെ നാസർക്ക, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഗുഡ് ബൈ.